7/12/2024 നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ PSC വിന്നേഴ്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 2, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ സമരമേത്? ഓപ്ഷൻ എ ആണ് ചമ്പാരൻ സത്യാഗ്രഹം. 3, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഓപ്ഷൻ ഡി ആണ് റൗലത്ത് നിയമം. 4, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. 5, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുവാൻ ചർച്ച ചെയ്യുന്നതിനും വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തി ഏത്? 5 ബി ആണ് അംബേദ്കർ. 6, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 7, താഴെ തന്നിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 3, 4, 6. 8, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാവില്ല. 9, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഓപ്ഷൻ ബി ഇന്ത്യ. 10, പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലയെന്ത്? ഓപ്ഷൻ ബി ആണ് നിയമനിർമ്മാണം. 11, താഴെ തന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? 11 എ ആണ് ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. 12, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി ആര്? ഓപ്ഷൻ സി ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി. 13, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. 14, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠസ്വാമി. 15, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? ഓപ്ഷൻ സി ആണ് വക്ക അബ്ദുൾ ഖാദർ മൗലവി. 16, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏതു രാജ്യത്തിനാണ്? ഓപ്ഷൻ സി ആണ് ബ്രസീൽ. 17, ശ്രീലങ്കയിൽ നിലവിലെ പ്രസിഡന്റ് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി റെനിൽ വിക്രം സിൻഹ. 18, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ബി VP മേനോൻ. 19, ചേരുംപടി ചേർക്കുക. എ ഇരുമ്പ് ഉരുക്കുശാലകളും ബി സഹായം നൽകിയ രാജ്യങ്ങളുടെയും പട്ടിക കൊടുത്തിരിക്കുകയാണ്. അതിൽ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. A 1, B 2, C 3, D 4. 20, വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സ്ഥാപനം ത്തിൻ്റെ ആസ്ഥാനം വരുന്നത്? ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി. 21, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി ആണ് 1986. 22, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2++3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? ഓപ്ഷൻ സി ആണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 23, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? 23 ഓപ്ഷൻ ബി ആണ് മെയ് 25. 24, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ എ ആണ് പ്രതിഭ റായ്. 25, ഇന്ത്യയിലെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റ് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ബി ആൻഡ് ഡി ആണ് വരുന്നത്. 26, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ഓപ്ഷൻ ബി ആണ് സിയാച്ചിൽ. 27, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റുത്തരം വരുന്നത്. 27ൻ്റെത് ബി ആണ് കിഴക്ക് ഭൂട്ടാൻ. 28, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക? 28ൻ്റെ ഓപ്ഷൻ ബി ആണ് ഹിമാലയം. 29, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. 30, കേരളത്തിൽ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? 30 ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. 31, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന് പൂർവ്വഭാഗത്ത് തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരാണ്. 31ൻ്റെ ആൻസർ ബി ആണ് പാലക്കാട് ചുരം. 32 കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക.
ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. 33 കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്, നെയ്യാർ. 34 താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ദേശീയ ജലപാത. ഓപ്ഷൻ സി NW3 ആണ്. 35 കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ, ഒറ്റയാനെ കണ്ടെത്തുക. 35ൻ്റെത് ഓപ്ഷൻ ഡി ആണ്, സിയാൽ പദ്ധതി, എറണാകുളം. 36 കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. 36ൻ്റെ ഓപ്ഷൻ എ ആണ്, സജി ചെറിയാൻ. 37 താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലം. ഓപ്ഷൻ സി ആണ്, ചിന്നാർ വന്യജീവി സങ്കേതം. 38 ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഓപ്ഷൻ സി ആണ്, വാർഡ് മെമ്പറാണ്. 39 പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? 39 ഓപ്ഷൻ എ ആണ്, എറണാകുളം. 40 കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്. ഓപ്ഷൻ എ ആണ്, കതിർ ആപ്പ്.